ഹലോ ഡിയർ ഫ്രണ്ട്സ്, പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ വേദ വീടൊക്കെ കണ്ട് നടക്കുക കേട്ടോ. ഒരുപാട് ഇഷ്ടമായി നമ്മുടെ വേദയ്ക്ക്. അവളത്തേക്ക് നമ്മുടെ മുത്തശ്ശി അങ്ങോട്ടേക്ക് വരുവേ. എന്നിട്ട് വേദയോട് ചോദിക്കേ, എന്താ ആ ഫോട്ടോയിലിരിക്കുന്ന ആളിനെ അറിയുമോ എന്ന് ചോദിക്കും കേട്ടോ. അപ്പം നമ്മുടെ വേദ തല എടുക്കണം പറയും, മുത്തശ്ശനല്ലേന്ന് ചോദിക്കുവേ. മിടുക്കി കണ്ടുപിടിച്ചു അല്ലേ എന്നിങ്ങനെ അച്ഛമ്മ പറയേ. ഫോട്ടോയിൽ നോക്കിക്കഴിഞ്ഞാൽ അറിയാം, വിക്രമിൻ്റെ ചായ ഉണ്ടല്ലോ. അതെ, അതുകൊണ്ട് അവനോട് ഇത്തിരി വാത്സല്യവും എനിക്ക് കൂടുതലുണ്ടെന്ന് കൂട്ടിക്കോ. അപ്പം നമ്മുടെ വേദ പറയേ, മുത്തശ്ശിനെ കണ്ടിട്ട് ഫോട്ടോ കാണുമ്പോൾ ഒരു വേട്ടക്കാരനെ പോലെ ഉണ്ടല്ലോ എന്നൊക്കെ പറയാം. അപ്പം നമ്മുടെ മുത്തശ്ശി പറയാണ്, അതേ പണ്ട് ഹൈ റേഞ്ചിലെ വേട്ടയ്ക്കൊക്കെ പോകുമായിരുന്നു കൂട്ടുകാരോടൊത്ത്. കല്യാണം കഴിഞ്ഞ് വരുന്ന സമയത്ത് ഇവിടെ മാനിൻ്റെയും പുലിയുടെയും ഒക്കെ ഫോട്ടോ ആയിരുന്നു. അതുപോലെ തന്നെ സ്റ്റഫ് ചെയ്തും വെച്ചിട്ടുണ്ടായിരുന്നു എന്നൊക്കെ ഇങ്ങനെ മുത്തശ്ശി ആകാംക്ഷയോടെ പറയുകയാണേ. നോക്കിക്കഴിഞ്ഞാൽ നല്ലൊരു കാശ് ബംഗ്ലാവിലേക്ക് വന്ന മാതിരി. പുലിയൊക്കെ നോക്കിക്കഴിഞ്ഞാൽ നമ്മളെ തന്നെ നോക്കിയിരിക്കും മാതിരി. ഞാൻ പിന്നെ ഇതെല്ലാം അങ്ങോട്ട് എടുത്ത് കളഞ്ഞു. അതിനുശേഷം എൻ്റെ നിർബന്ധം കാരണം പിന്നെ തോട്ടത്തിലേക്ക് പോകുന്നതും നിർത്തി. പക്ഷേ ഓർമ്മയ്ക്കെന്നാണോ ആ ഫോട്ടോ മാത്രം അവിടെ വെച്ചു. അതൊരു കാലം എന്നിങ്ങനെ മുത്തശ്ശി പറഞ്ഞ് സന്തോഷിക്കുവാണേ. ഒരു സൈക്കിളിൻ്റെ മുമ്പിൽ തണ്ടിൽ എന്നെ ഇരുത്തും. എന്നിട്ട് വൈകുന്നേരം ആകുമ്പോഴത്തേക്കിനും നാട് ചുറ്റാൻ വേണ്ടിയിട്ട് ഇറങ്ങും. ആ കാലമല്ലായിരുന്നോ? അപ്പോൾ എല്ലാവരും നോക്കി ചിരിക്കുമായിരുന്നു. വൈകുന്നേരം ആയപ്പോഴത്തേക്കിനും സായിപ്പും ആദാമിനും കൊണ്ട് ഇറങ്ങി എന്ന് പറഞ്ഞ് എല്ലാവരും ചിരിക്കുമായിരുന്നു. അപ്പോൾ നമ്മുടെ വേദ പറയേ, ഭയങ്കര റൊമാൻസ് ആയിരിക്കുമല്ലോ അപ്പോൾ എന്നിങ്ങനെ ചോദിക്കുക. അപ്പോൾ നമ്മുടെ മുത്തശ്ശി പറയാണ്, ഭയങ്കര റൊമാൻസ് എന്ന് പറയുന്ന പേടിപ്പിക്കുന്ന റൊമാൻസ്. ഞങ്ങളുടേത് ഗംഭീര റൊമാൻസ് എന്നാണ് പറയേണ്ടത് എന്നിങ്ങനെ മുത്തശ്ശി പറയുവേ. ഒരു കാര്യം ചോദിക്കട്ടെ അച്ഛമ്മേനെ ഇങ്ങനെ ചോദിക്കുക നമ്മുടെ വേദ. അപ്പോഴത്തേക്കിനും അച്ഛമ്മ പറയും, ചോദിക്കുമോളെന്ന് പറയേ. അക്കാലത്ത് ഇത്രയും ഫ്രീ ആയിട്ട് നടന്നിരുന്ന എല്ലാ കാലഘട്ടമായിരുന്നില്ലേ? എന്നിട്ട് സുധാകരൻ മാഷ് എന്താ ഇത്രയും സ്ട്രിക്റ്റ് ആയി പോയെന്ന് ഇങ്ങനെ ചോദിക്കുവേ. സുധാകരൻ അങ്ങനെയൊന്നും ഇല്ലായിരുന്നു മോളെ. അന്യജാതിപ്പെട്ട ഒരു പെണ്ണിനെ കല്യാണം കഴിക്കണം എന്ന് പറയുമ്പോഴത്തേക്കിനും എത്ര അടുത്തുള്ള അച്ഛനും അപ്പനമ്മമാരെല്ലാവരും ആ ജാതി സ്പിരിറ്റ് അങ്ങോട്ട് കയറും. അങ്ങനെ ഉള്ള ചെറിയ 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 പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ സുധാകരൻ അങ്ങനെ ആകാനും കാരണം മക്കളാണ്. അവൻ പഠിപ്പിച്ച നാട്ടിലെ മക്കളൊക്കെ വലിയ ആളുകളായപ്പോൾ അവൻ്റെ മക്കൾ മാത്രം ഇങ്ങനെയായില്ലേ? ഒരു സങ്കടം അവനുണ്ട്. എന്താണെങ്കിലും അവനെ പഴയ സ്വഭാവത്തിലേക്ക് മാറ്റി കൊണ്ടുവരാനായിട്ട് നമ്മുടെ വിക്രമിന് പറ്റും. അവനത് ചെയ്യണമെങ്കിൽ ഇനി നീ വിചാരിക്കണം, മരിക്കുന്നതിന് മുന്നേ എൻ്റെ കുടുംബം പഴയതുപോലെ ആയിത്തീരണം, എനിക്കതൊരു ആഗ്രഹമുണ്ട് എന്നിങ്ങനെ മുത്തശ്ശി വേദയുടെ കൈയൊക്കെ പിടിച്ചിട്ട് പറയുകയാണേ. വാസത്തെ നല്ല സദ്യ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്, നമുക്കത് കഴിക്കാം, അതിനുശേഷം ബാക്കി. പിന്നീട് നമ്മുടെ കുശുമ്പിപ്പാറ നന്ദിനി ഇങ്ങനെ നിന്നിട്ട് വാഴയിലേക്ക് തൂത്ത് വൃത്തിയാക്കുകയാണ് കേട്ടോ. നമ്മുടെ ശ്രീചേടത്തി അടുത്തുണ്ടേ. അപ്പോഴത്തേക്കിനും പറയുന്നുണ്ട്, അല്ല ശ്രീചേടത്തി, അവൾക്ക് നമ്മുടെ കൂടെ വന്നിട്ട് ഈ പണിയൊക്കെ ചെയ്യാൻ കൂടത്തില്ല എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ്. അപ്പോഴത്തേക്കിനും എൻ്റെ കൂടെ തന്നെ പറയുകയാണ്, ആ തള്ളയാണെങ്കിൽ അവൾ ഇന്ന് വന്ന് വീട്ടിലോട്ട് കയറിയ മാതിരിയാണ് അവളോട് പെരുമാറുന്നത് എന്നൊക്കെ ഇങ്ങനെ നന്ദിനി പറയുന്നുണ്ട് കേട്ടോ. അപ്പം നമ്മുടെ ശ്രീചേട്ടത്തി പറയുകയാണ്, അച്ഛമ്മയെ സംബന്ധിച്ചിടത്തോളം അവരുടെ വിവാഹം ഇന്ന് കഴിഞ്ഞതേ ഉള്ളൂ. അതിൻ്റെ ചടങ്ങുകളൊക്കെ അച്ഛമ്മ നടത്തുകയും ചെയ്യും. നമ്മുടെ അച്ഛനും ഇങ്ങനെ ഇതിനൊക്കെ സമ്മതിക്കുന്ന കാണുമ്പോഴാണ് എനിക്ക് ദേഷ്യം വരുന്നതെന്നിങ്ങനെ നന്ദിനി പറയുന്നുണ്ട്. എനിക്ക് ദേഷ്യം വരുന്നില്ലെന്ന് മാത്രമല്ല, എനിക്ക് നല്ല സന്തോഷം വരുന്നുണ്ട്, നീ ആ ഇലകളൊക്കെ തൂക്കുമെന്ന് നമ്മുടെ ശ്രീചേട്ടത്തി പറയുന്നുണ്ട്. അപ്പോഴത്തേക്കും നമ്മുടെ അച്ഛമ്മ വേദയുടെ കൈയൊക്കെ പിടിച്ചുകൊണ്ട് ഇങ്ങനെ കൈയൊക്കെ കൂട്ടിക്കൊണ്ട് വരികയാണ്. അപ്പോഴത്തേക്കിനും ഇങ്ങനെ ഇല തുടച്ചുകൊണ്ട് നിൽക്കുമായിരുന്നല്ലോ. അപ്പം നമ്മുടെ നന്ദിനിയൊക്കെ അവരോട് ചോദിക്കുക, വേറെ ആരും വന്നില്ലേന്ന് ചോദിക്കുക. അപ്പോഴത്തേക്കും നമ്മുടെ വിശ്വവും വിനായനും അങ്ങോട്ട് വരും കേട്ടോ. ഞങ്ങളിവിടെ ഉണ്ടെന്ന് പറയുവേ. അപ്പം നമ്മുടെ അച്ഛമ്മ പറയും, പത്തായത്തിൽ എലി ഉണ്ടെന്ന് അറിഞ്ഞാൽ അങ്ങ് വയനാട്ടിൽ നിന്നും എലിയും എത്തുമെന്ന് പറയും കേട്ടോ. അപ്പോഴത്തേക്കും നമ്മുടെ വിശ്വം ഇങ്ങനെ ചിരിക്കുക. പക്ഷേ ശ്രീചേട്ടത്തിക്ക് സങ്കടമാകുന്നുണ്ട് ഇങ്ങനെ പറയുന്നത് കേട്ടപ്പോൾ. അപ്പോഴത്തേക്കും നമ്മൾ വിനായകനും ഒക്കെ എല്ലാവരും എത്തുവേ. എല്ലാവരും ജോഡികളായിട്ട് നിൽക്കും കേട്ടോ. നമ്മുടെ മാഷും ഭാര്യയും എല്ലാവരും എത്തും കേട്ടോ. അപ്പം നമ്മുടെ മുത്തശ്ശി ചോദിക്കുന്നുണ്ട്, വിക്രം എന്തെങ്കിലും ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പം അവനിപ്പോൾ വരും അമ്മയെന്ന് ഇങ്ങനെ പറയുകയാണ് കമലമ്മ. വാസന്തി, നീ എല്ലാവർക്കും വിളമ്പി കൊടുക്കുമെന്ന് പറയുക. അപ്പോഴത്തേക്കിനും ഓരോരോ ഭക്ഷണങ്ങൾ ഇങ്ങനെ എടുത്ത് ഉപ്പ് സാമ്പാർ ഇങ്ങനെ എടുത്ത് എല്ലാം ഇങ്ങനെ വിളമ്പിക്കൊണ്ട് ഇരിക്കുക കേട്ടോ. അപ്പോഴത്തേക്കും നമ്മുടെ മുത്തശ്ശി ഇപ്പോൾ നമ്മുടെ വിക്രം അവിടെ വന്നിട്ട് ഇങ്ങനെ നിൽക്കുകയല്ലേ. വിക്രം നീ ഇങ്ങോട്ട് വാ, ഇവിടെ വേദയുടെ അടുത്തിരിക്കുക എന്ന് പറഞ്ഞിട്ട് വേദയുടെ അടുത്ത് കൊണ്ടുപോയി ഇരുത്തും കേട്ടോ. അപ്പം പിന്നെ ഇരിക്കാൻ സ്ഥലമില്ലേ. അപ്പോഴത്തേക്കിനും പിന്നെ മുത്തശ്ശി അവിടെ നിൽക്കുക കേട്ടോ. അപ്പോഴത്തേക്കിനും വേദം വിക്രം ഇരിക്കുന്നിടത്ത് കുറച്ചൊരു ഇട ഉണ്ടായിരുന്നേ. അപ്പോഴത്തേക്കും നമ്മുടെ മുത്തശ്ശി അങ്ങോട്ട് കയറി ഇരുന്നിട്ട്, അങ്ങോട്ട് നീ ഇരിക്കടാ, ഞാനും കൂടെ ഒന്ന് ഇരിക്കട്ടെ എന്ന് പറഞ്ഞിട്ട്
ഇനി ഇത്രയൂടെ അങ്ങോട്ട് നീങ്ങിയിരിക്കുന്നു പറഞ്ഞിട്ട് നമ്മുടെ വിക്രത്തിനെയും വേദേനെയും കൂടെ കൂട്ടുമുട്ടിപ്പിക്കുന്നൊക്കെ ഉണ്ട്. അങ്ങനെ ചോറൊക്കെ വിളമ്പി കഴിഞ്ഞ് എല്ലാ കറികളും പപ്പടവും എല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്കും നമ്മുടെ വിഷു ഇങ്ങനെ കഴിക്കാനായിട്ട് റെഡി ആയിട്ട് നിൽക്കുവാണ്. അതുപോലെ മാഷും എല്ലാം ഇങ്ങനെ എല്ലാവരും ഇങ്ങനെ കഴിക്കാനായിട്ട് റെഡിയാവും കേട്ടോ. വിനായകനൊക്കെ ഇങ്ങനെ ഭക്ഷണം എടുത്ത് വായിലോട്ട് കൊണ്ടുപോവുകയാണ്. അങ്ങനെ നമ്മുടെ വിഷുവും വായിലോട്ട് കൊണ്ടുപോകാൻ തുടങ്ങുമ്പോഴത്തേക്കും നമ്മുടെ മുത്തശ്ശി പറയുക നിൽക്കുക എന്ന് പറയുക. എന്നിട്ട് ഒരു ഉരുള എടുത്തിട്ട് വിക്രമിന് വായി വെച്ച് കൊടുക്കണം. അതുപോലെ വിക്രമും ഒരു ഉരുള എടുത്തിട്ട് വേദയ്ക്കും കൊടുക്കണം എന്നിങ്ങനെ പറയുമ്പോഴത്തേക്കിനും രണ്ടാളും ഞെട്ടുവാണ്. അപ്പം നമ്മുടെ വിനായകൻ ഇങ്ങനെ മനസ്സിൽ പറയും ചേലായെന്ന് പറയും കേട്ടോ. അപ്പം നമ്മുടെ ശ്രീജ ചിരിക്കുന്നുണ്ട്. അപ്പം നമ്മുടെ വിക്രം ഇങ്ങനെ ചോദിക്കുക എന്താ അച്ഛമ്മ ഇതങ്ങ് എന്തൊക്കെ എന്നിങ്ങനെ ചോദിക്കും കേട്ടോ. മാഷാണെങ്കിൽ തല കുനിച്ചിട്ട് ഇരിക്കുകയാണ്. എന്നിട്ട് നമ്മുടെ മുത്തശ്ശി പറയുന്നുണ്ട് എന്തെങ്കിലും മേലാഴി വന്ന് കിടപ്പിലായെന്നാൽ ഭാര്യയ്ക്ക് ഭർത്താവും ഭർത്താവിന് ഭാര്യയാണെന്നുള്ള ബോധ്യം വേണം. അതുകൊണ്ട് നാണിക്കാതെ ഉരുള വായിലെടുത്ത് വെച്ച് കൊടുക്കാൻ പറയേ. എന്നിട്ട് അച്ഛമ്മ ഇങ്ങനെ വിളിക്കുക വേദേ ഉരുളയെടുത്ത് വായി വെച്ച് കൊടുക്കും മോളെ എന്നിങ്ങനെ പറയുവേ. നമ്മുടെ വേദ കുറച്ച് ഭക്ഷണമാണ് എടുത്ത് വാരി വെച്ച് കൊടുക്കുന്നത്. അന്നത്തേക്കിന് ഇനി നിൻ്റെ ഊഴം ഇങ്ങനെ വിക്രത്തിൻ്റെ അടുത്ത് നമ്മുടെ അച്ഛമ്മ പറയും കേട്ടോ. അപ്പോഴത്തേക്കിന് എന്ത് ചെയ്യും അതിങ്ങനെ നോക്കും കേട്ടോ. നോക്കിയിട്ട് ഇങ്ങനെ ചോറിങ്ങനെ വാരി എടുക്കുവേ. എന്നിട്ട് കൈ നിറച്ച് വാരി എടുക്കും കേട്ടോ. എന്നിട്ട് ഇങ്ങനെ പതിയെ മനസ്സിൽ പറയുന്നുണ്ട് മതിയോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്കും നമ്മുടെ വേദയുടെ കണ്ണൊക്കെ തള്ളുന്നുണ്ട്. എന്നിട്ട് ഇങ്ങനെ വായിലോട്ട് കൊണ്ടുപോയി വെച്ചിട്ട് തള്ളി കയറ്റും കേട്ടോ. പാതി ചോറ് വെളിയിലൊക്കെ പോകുന്നുണ്ട്. അപ്പോൾ നമ്മുടെ മാഷും എല്ലാവരും നോക്കുന്നുണ്ട് കേട്ടോ. ബാക്കി എല്ലാവരും ചിരിക്കുന്നൊക്കെ ഉണ്ട്. ഇനി എല്ലാവരും കഴിക്കുക എന്ന് മുത്തശ്ശി പറയും കേട്ടോ. എന്നിട്ട് ഭക്ഷണം കഴിക്കാനായിട്ട് ഒരുങ്ങും കേട്ടോ. നമ്മുടെ വിനായകൻ ഇങ്ങനെ വായി വെച്ചു കേട്ടോ. അപ്പോഴത്തേക്കിനാണ് നിൽക്കുക എന്ന് വീണ്ടും മുത്തശ്ശി പറയുക. അപ്പോഴത്തേക്കിനും നമ്മുടെ വിഷു എങ്ങനെ വിചാരിക്കുന്നുണ്ട് ഇനി എന്താണോ എന്നിങ്ങനെ വിചാരിക്കുന്നുണ്ട് കേട്ടോ. ഊണ് കഴിഞ്ഞിട്ട് നിനക്കും വിനായകനും ഒരു പണിയുണ്ട് എന്നിങ്ങനെ വിഷുത്തിൻ്റെ അടുത്ത് പറയുവേ. എന്താണോ എന്നിങ്ങനെ മനസ്സിൽ വിചാരിക്കുവാണ്. ഇന്ന് എന്നിട്ട് നമ്മുടെ മുത്തശ്ശി പറയുകയാണ് ഇന്ന് നമ്മുടെ തട്ടുംപുറത്താണ് വിക്രമിൻ്റെയും വേദയുടെയും മണിയറ ഒരുക്കേണ്ടത് എന്നിങ്ങനെ പറയുക. അപ്പോഴത്തേക്കിനും വിനായകനും അതുപോലെ തന്നെ നമ്മുടെ വിഷു ഇങ്ങനെ എന്ന് പറയും കേട്ടോ. ഇത് കേട്ടപടി തന്നെ നമ്മുടെ വിക്രം ഇങ്ങനെ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുകയല്ലേ. പെട്ടെന്ന് ചുമ വരുവേ. എന്നിട്ട് നിർഗന്ധല കയറും കേട്ടോ. വേദയാണെങ്കിലും എന്ന് പറയുക തട്ടിക്കൊടുക്കും മോളെ എന്നിങ്ങനെ പറയുവേ. അന്നേരത്തേക്കും നമ്മുടെ വേദ ഇത് കേൾക്കാൻ നിന്ന് താമസം എന്ന് പറഞ്ഞാൽ ലെഫ്റ്റ് കൈ എടുത്തിട്ട് ഒറ്റ അടി കൊടുക്കും തലക്കിട്ടെ. അപ്പോഴത്തേക്കും നമ്മുടെ മാഷ് ഇങ്ങനെ ആലോചിക്കുന്നുണ്ട് കേട്ടോ. വെറുതെ ഇങ്ങനെ ഇരിക്കുകയാണ്. എന്നിട്ട് നിങ്ങൾ രണ്ടുപേരും കൂടെ അവിടെയൊക്കെ ഒന്ന് വൃത്തിയാക്കി എല്ലാം ഒരുക്കി കൊടുക്കണം എന്നിങ്ങനെ മുത്തശ്ശി പറയുന്നുണ്ട് കേട്ടോ. വേണമെങ്കിൽ നിങ്ങളുടെ ഭാര്യമാരെയും കൂടെ കൂട്ടിക്കൊള്ളാൻ ഇങ്ങനെ മുത്തശ്ശി പറയുന്നുണ്ട്. ഇനി ഞങ്ങൾ കഴിച്ചോട്ടെ എന്നിങ്ങനെ വിഷയം ചോദിക്കുക. ഇനി എല്ലാവരും സന്തോഷത്തോടു കൂടി കഴിച്ചോളാൻ ഇങ്ങനെ മുത്തശ്ശി പറയുന്നുണ്ട്. എന്നിട്ട് എല്ലാവരും സന്തോഷത്തോടു കൂടി ഭക്ഷണമൊക്കെ കഴിക്കുകയാണ്. പിന്നീട് കാണിക്കുന്നത് നമ്മുടെ തട്ടുംപുറമാണ് കേട്ടോ. നമ്മുടെ വിക്രമും വിഷുവും അതുപോലെ തന്നെ വിനായകനും കൂടെ മേലെ പോയിട്ട് ക്ലീനൊക്കെ ചെയ്തിട്ട് നമ്മുടെ ഡെക്കറേഷനൊക്കെ നടത്തിയ ബലൂണൊക്കെ വീർപ്പിച്ച് കഴിഞ്ഞിട്ടുണ്ട്. പല കളറിലുള്ള ബലൂണുകളൊക്കെയാണ്. അതുപോലെ ബെഡിലാണെങ്കിൽ നമ്മുടെ റോസാപ്പൂക്കൾ കൊണ്ട് ലവ് ചീനൊക്കെ വരച്ചിട്ട് അതിനെ നിറച്ച് അതിനകത്ത് പൂക്കളൊക്കെ നമ്മുടെ വിനായകൻ ഇങ്ങനെ ചെയ്യുവാണ്. അപ്പോഴത്തേക്കിനും വിഷു ഇട്ടാ നമ്മുടെ കല്യാണം കഴിഞ്ഞപ്പോഴൊന്നും ഇതുപോലെയുള്ള ഫംഗ്ഷനുകളോ കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ലല്ലോ എന്നൊക്കെ ഇങ്ങനെ വിനായകൻ പറയുവേ. അതിന് നീ കല്യാണം കഴിഞ്ഞിട്ട് എപ്പോഴാണ് ഇങ്ങോട്ടേക്ക് വന്നത്? ഒരുപാട് നാൾ കഴിഞ്ഞിട്ടല്ലേ ഇങ്ങോട്ടേക്ക് വന്നത്? അത് ശരിയാ. പക്ഷെ വിഷുവേട്ടൻ അങ്ങനെ അല്ലായിരുന്നല്ലോ. നമ്മുടെയൊക്കെ സാധാരണ കല്യാണം അല്ലായിരുന്നോടാ. അത് ശരിയാ. ഇത് വലിയ സ്പെഷ്യലാണല്ലോ. വിഷുവേട്ടാ ഇത്രയും വലിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ടും അച്ഛമ്മ അവന് കൊടുക്കുന്ന പണികൾ കണ്ടില്ലേ? എനിക്കോ വിഷുവേട്ടനും അത് വല്ലതും കിട്ടുന്നുണ്ടോ എന്നിങ്ങനെ വിനായകൻ ചോദിക്കുകയെ. അത് വീട്ടിലെ ഇളയവനല്ലേടാ അവൻ, അതുകൊണ്ടാണ്. ശരിക്കും നന്ദിനി പറയുന്നതിലും കാര്യമുണ്ടെന്നാ എന്നിങ്ങനെ പറയുക. അപ്പം നമ്മുടെ വിഷു ഇങ്ങനെ ചോദിക്കുകയെ എന്ത് കാര്യമുണ്ടെന്ന് എന്നിങ്ങനെ പറയും കേട്ടോ. അപ്പോഴത്തേക്കിനും വിനായകൻ ഇങ്ങനെ പറയും ശരിക്കും വിക്രമിനെ തല്ലുണ്ടാക്കുന്നുണ്ട് വഴക്കുണ്ടാക്കുന്നുണ്ട് എന്നൊക്കെ നമ്മൾ പറയുന്നില്ലേ, ശരിക്കും അവൻ ആരാ എന്നിങ്ങനെ ആരാന്ന് ചോദിക്കുകയെ നമ്മുടെ വിഷുവും. അന്നത്തേക്കും നമ്മുടെ വിനായകൻ പറയും അവൻ രാഷ്ട്രീയക്കാരനാണ്. ശ്രീനിവാസിൻ്റെ വലത് കൈയാണ് വിക്രം. അതുപോലെ എന്ത് ഉടായ്പ് കാണിച്ചെന്നാലും വിക്രത്തിനെ ശ്രീനിവാസൻ സപ്പോർട്ടും ചെയ്യും. അതുപോലെ തന്നെ ഭരണപക്ഷത്ത് നിൽക്കുന്നവനാണ് ശ്രീനിവാസനും. എന്താണെങ്കിലും ഒരു ഗുണം അവനും കിട്ടാതിരിക്കുമോ എന്നൊക്കെ ഇങ്ങനെ വിനായകൻ പറയുന്നുള്ളൂ കേട്ടോ. ചെറിയച്ഛനാണെങ്കിൽ ബോംബെ നിന്നും ഇനി വരാൻ പോകുന്നില്ല. അച്ഛനാണെങ്കിൽ സ്വന്തമായിട്ട് ഉണ്ടാക്കിയതേ അനുഭവിക്കുള്ളൂ എന്നുള്ള വാശിയിലുമാണല്ലോ. അപ്പോൾ അച്ഛമ്മയുടെ കയ്യിലുള്ള ഈ സ്വത്തൊക്കെ ആർക്കാന്നാ എന്നിങ്ങനെ വിനായകൻ വിശ്വത്തിനടുത്ത് ചോദിക്കുക. അപ്പോൾ വിശ്വം ഇങ്ങനെ ഇരിക്കും കേട്ടോ. അതൊക്കെ അടിച്ച് മേടിക്കുന്നതിന് വേണ്ടിയിട്ട് ഇവൻ കൂട്ടുന്ന നാടകങ്ങളൊക്കെ ആണെന്ന് എനിക്ക് തോന്നുന്നത് ഇങ്ങനെ വിനായകൻ പറയുമ്പോൾ നമ്മുടെ വിശ്വ ഇരുന്ന് ചിരിക്കുവേ. എടാ വിനായക, നീ ഇത്രയും വലിയ കുഴുത്തുരുമ്പനാണെന്ന് എനിക്കിപ്പോഴാണ് മനസ്സിലായത് എന്നിങ്ങനെ വിശ്വം പറയുവേ.
നീ എന്തൊക്കെ സംസാരിച്ചെന്നാലും അവസാനം നീ കാശിലും സ്വത്തിലും വന്ന് എത്തുന്നുണ്ടല്ലോ എന്നിങ്ങനെ പറയുവേ. ഇത് നീ കെട്ട് എന്ന് പറഞ്ഞിട്ട് ഒരു ബലൂൺ അങ്ങോട്ട് നമ്മുടെ വിനായകൻ്റെ കയ്യിലിട്ട് വിഷു എറിഞ്ഞു കൊടുക്കും കേട്ടോ. ആദ്യം നീ അച്ചമ്മ പറഞ്ഞ കാര്യങ്ങളൊക്കെ ചെയ്യ്, അതിനുശേഷം ബാക്കി ഓരോന്നൊക്കെ ആലോചിച്ചാൽ മതി എന്ന് പറഞ്ഞിട്ട് നമ്മുടെ വിഷു എണീച്ച് പോകുവേ. 3 നേരം മൂക്കുമുട്ട തിന്നണം, ജീവിതത്തിൽ വേറൊരു ചിന്തയില്ലാത്ത ജന്തു എന്ന് പറഞ്ഞിട്ട് നമ്മുടെ വിനായകൻ വിഷുവിനെ അധിക്ഷേപിക്കുവേ. അപ്പോഴത്തേക്കിനും ഒരു മനസ്സമാധാനം ഇല്ലല്ലോ എന്നിങ്ങനെ വിനായകൻ പറയുക. എന്നിട്ട് ദേഷ്യത്തോടെ കുറച്ച് റോസപ്പൂ എടുത്തിട്ട് ഇങ്ങനെ ബെഡിലോട്ട് വീണ്ടും വീണ്ടും ഇടുവേ. എന്നിട്ട് എല്ലാം കൂടെ ഒതുക്കി റെഡിയാക്കിയിട്ട് എല്ലാം നശിച്ചു പോകണേ ഭഗവാൻ എന്നൊക്കെ പ്രാർത്ഥിച്ചുകൊണ്ടാണ് എല്ലാം ഒരുക്കുന്നത്. പിന്നീട് കാണിക്കുന്നത് നമ്മുടെ വിക്രം ഇങ്ങനെ ഒരു കാലൊക്കെ മേലെ കയറ്റി വെച്ചിട്ട് നമ്മുടെ ചെയറിലിങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ. തൊട്ട് ഉമ്മർത്ത് തന്നെ നമ്മുടെ ഒരു വെള്ള മുണ്ടും ഉണ്ട്, ഷർട്ടും ഉണ്ട് കേട്ടോ. അപ്പോൾ ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്, ഇങ്ങനെ താടിക്ക് കൈയൊക്കെ കൊടുത്തിട്ട്. അപ്പോഴത്തേക്കാണ് നമ്മുടെ വിഷു അങ്ങോട്ടേക്ക് വരുന്നത്. എന്നിട്ട് ഇങ്ങനെ തുണിയിലോട്ട് നോക്കും, നമ്മുടെ വിക്രത്തിനെ നോക്കുക നമ്മുടെ വിശ്വം. എന്നിട്ട് ചോദിക്കുക, നീ എന്തിരിപ്പായിരിക്കുന്നതെന്ന് ചോദിക്കുക, എന്താ ഇതെന്ന് ചോദിക്കുക. എന്തെന്ന് ഇങ്ങനെ വിക്രം തിരിച്ചും ചോദിക്കും കേട്ടോ. ഇത് മാറാൻ വേണ്ടിയിട്ടല്ലേ അച്ഛമ്മ നിനക്കിത് തന്ന് അയച്ചു വിട്ടേക്കുന്നതെന്ന് ചോദിക്കുവേ. എന്നിട്ട് നമ്മുടെ വിശ്വം ഇങ്ങനെ ഷർട്ടിലും മുണ്ടിലൊക്കെ പിടിച്ച് നോക്കും കേട്ടോ. പളവളാന്ന് തിളങ്ങുന്ന ഷർട്ട്, കരയുള്ള മുണ്ട്, വാവ് സൂപ്പർ എന്നൊക്കെ പറയുന്നുണ്ട്. വേഗം അങ്ങോട്ട് ഉടുത്തൊരുങ്ങുക എന്ന് പറയേ. എന്നിട്ട് നമ്മുടെ വിക്രം പറയേ, ദേ വിശ്വേട്ടാ, മനുഷ്യനെ വെറുതെ ദേഷ്യം പിടിപ്പിക്കല്ലോ കേട്ടോ. ദേ മോനെ, ഇതൊക്കെ അച്ഛമ്മയുടെ കൽപ്പനകളാണ്, അനുസരിക്കാൻ വയ്യെങ്കിൽ നീ തന്നെ അങ്ങോട്ടേക്ക് ചെന്ന് പറഞ്ഞോളാൻ പറയുവേ. എൻ്റെ ജോലി നിന്നെ പുതുവസ്ത്രം അണിയിച്ച് മണിയറയിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ്. അപ്പോഴത്തേക്കും നമ്മുടെ വിക്രം ചോദിക്കേ, എന്താ വിശ്വേട്ടാ ഇത്, സീരിയലോ അതോ നാടകമോ? അതൊന്നും എനിക്കറിയത്തില്ല, പക്ഷേ അച്ഛമ്മ വൈകുന്നേരം 6 മണിക്ക് വിളക്ക് വെച്ച് കഴിഞ്ഞാൽ 6 മണി തൊട്ട് 10 മണി വരെ ടി വിയുടെ മുന്നിൽ നിന്ന് മാറില്ലെന്നുള്ളത് സത്യമാണ്. അപ്പോൾ സീരിയലിലും കുറച്ച് കാര്യങ്ങളൊക്കെ ഇതിൻ്റെ അകത്ത് കാണും. എന്താണെങ്കിലും നീ വേഷം കെട്ടിപ്പോയി മോനെ, ഇനി ആടിയേ പറ്റുള്ളൂ. പിന്നെ വിക്രം നമ്മുടെ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ഇരിക്കുക കേട്ടോ, ഇങ്ങനെ നോക്കിയിട്ട്. പിന്നെ കാണിക്കുന്ന നമ്മുടെ വേദനയാണ്. നമ്മുടെ ശ്രീജേട്ടത്തി ഇങ്ങനെ വേദന നോക്കി ചിരിക്കുന്നൊക്കെ ഉണ്ട് കേട്ടോ. വേദന ഇങ്ങനെ മെറൂൺ കളർ സാരിയൊക്കെ കൊടുത്തിട്ട് ഇങ്ങനെ ഇരിക്കുക കേട്ടോ, കയ്യിൽ വളകളൊക്കെ ഇടുന്നുണ്ട്. എന്നിട്ട് മുല്ലപ്പൂ എടുത്തിട്ട് ശ്രീജേട്ടത്തി ഇങ്ങനെ തലയിലൊക്കെ കുത്തി കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പം നന്ദിനി അവിടെ ചുറ്റുവട്ടത്ത് തന്നെ ഇങ്ങനെ നിൽക്കുകയാണ്, ഫ്രണ്ടിൽ തന്നെ വന്നിട്ട് നമ്മുടെ വേദയുടെ. ഇങ്ങനെ വെറുതെ നോക്കിക്കൊണ്ട് നിൽക്കാതെ ഈ പൂ ഒന്ന് വെക്കാൻ സഹായിക്കും നന്ദിനി എന്നിങ്ങനെ പറയുവേ. അപ്പോഴത്തേക്കിനും ശ്രീജേട്ടത്തി എല്ലാം ചെയ്യുന്നുണ്ടല്ലോ എന്നിങ്ങനെ നന്ദിനിയും പറയുവേ. ആ സ്ലൈഡ് ഒന്ന് എടുത്ത് കുത്തിക്കുകയെന്ന് പറയുക. അപ്പോഴത്തേക്കും നമ്മുടെ നന്ദിനി ഇങ്ങനെ സന്തോഷത്തോടു കൂടി ഇങ്ങനെ കണ്ണും വയ്ക്കുക. ഇത് നല്ലൊരു ഐഡിയ എന്ന് പറയും കേട്ടോ. എന്നിട്ട് ഇങ്ങനെ സ്ലൈഡൊക്കെ കൊണ്ടുവന്ന് പല്ലിൻ്റെ ഇടയിലൊക്കെ വെച്ചിട്ട് വലുതായിട്ട് നീട്ടുവേ. എന്നിട്ട് നമ്മുടെ വേദ ഇങ്ങനെ മാലയൊക്കെ ശരിയായിക്കൊണ്ടിരിക്കുക കേട്ടോ. പെട്ടെന്നാണ് ഒരു കുത്തു കൊള്ളുന്നത്. അയ്യോ എന്ന് പറയുവേ. അപ്പോഴത്തേക്കും നമ്മുടെ സ്റ്റേജ് ചോദിക്കും, എന്താ പറ്റിയെന്ന് ചോദിക്കുവേ. ഈ നന്ദിനി അടുത്ത് എന്നെ ഇതുകൊണ്ട് കുത്തിയെന്ന് പറയുവേ. ഞാനാ ഈ സ്ലൈഡ് വെച്ചിട്ട് വെറുതെ ഒന്ന് ഇങ്ങനെ തലയിൽ ഇങ്ങനെ വെച്ചതിനാണോ കുത്തി എന്നൊക്കെ പറയുന്നതെന്ന് ഇങ്ങനെ ചോദിക്കുവേ. പതുക്കൊന്നും അല്ല, എനിക്ക് നന്നായിട്ട് വേദനിച്ചു എന്നിങ്ങനെ പറയാം. അപ്പം നമ്മുടെ നന്ദിനി പറയണേ, പെറ്റു വീണ കുഞ്ഞല്ലേ, അപ്പം അത് ഒന്ന് സ്ലൈഡ് കുത്തിയപ്പോഴത്തേനും വേദനിച്ചു എന്നൊക്കെ പറയാൻ. അപ്പോഴത്തേക്കും നമ്മുടെ ശ്രീജേട്ടത്തി പറയേ, ഇതൊക്കെ പറഞ്ഞാൽ എന്നെ വേണം പറയാൻ, സാരമില്ല മോളെന്നും പറഞ്ഞിട്ട് നമ്മുടെ വേദനയെ ആശ്വസിപ്പിക്കും കേട്ടോ. ശ്രീജേട്ടത്തി എന്തിനാ ഇങ്ങനെ താങ്ങാൻ പോകുന്നതെന്ന് ചോദിക്കുവേ. വെണ്ണക്കട്ടി ഒന്നും അല്ലല്ലോ എന്നിങ്ങനെ പറയും കേട്ടോ. ആര് പറഞ്ഞാൽ അല്ലാന്ന്, വെണ്ണക്കട്ടി പോലെ തന്നെ വളർന്ന കുട്ടിയാണ്, നമ്മുടെ വീട്ടിൽ വന്ന് ഒരുക്കാൻ അതിന് യോഗം എന്ന് മാത്രം പറയും കേട്ടോ. അപ്പോഴത്തേക്കിനും വേദയ്ക്ക് ചെറുതായിട്ടൊന്ന് ഇത് വരുവേ. അപ്പോഴത്തേക്കും നമ്മുടെ നന്ദിനി പറയേ, പോയി എടുത്തോണ്ട് വന്നൊന്നുമല്ല, വെണ്ണ തനിയെ ഇങ്ങോട്ട് ഒഴുകി വന്നതല്ലേന്ന് പറയേ. ഉരുകട്ടെ എന്ന് പറയേ. അപ്പോൾ നമ്മുടെ വേദ പറയാം, ഒരു കുഴപ്പമില്ല നന്ദിനി അടുത്തി, വെണ്ണ ഉരുകിയാലും നെയ്യല്ലേ ആവുന്നത്, ഗീസ് ബെറ്റർ ദാൻ ബട്ടർ എന്നാണ്. അപ്പോഴത്തേക്കും നമ്മുടെ ശ്രീജേട്ടത്തി ഇങ്ങനെ ചിരിക്കുന്നുണ്ട് കേട്ടോ. ശ്രീജേട്ടത്തി, ഞാനേ ഈ നന്ദിനിയായിട്ടോട് വെല്ലുവിളിച്ചിരുന്നു, എല്ലാവരെയും അംഗീകരിച്ച് വിക്രമിൻ്റെ ഭാര്യയായിട്ട് ഞാൻ കാണിച്ചു കൊടുക്കുമെന്ന്. പക്ഷേ അത് ഇത്ര പെട്ടെന്നാവുമെന്ന് കരുതിയില്ല എന്ന് പറയുവേ. അവസാനം എന്നെ മണിയറയിലേക്ക് കൊണ്ടുപോകേണ്ട ഉത്തരവാദിത്വം നന്ദിനിയേട്ടത്തിക്കായി. അപ്പോഴത്തേക്കും നമ്മുടെ മുത്തശ്ശി അവിടുന്ന് വിളിച്ച് ചോദിക്കേ, മോളെ ശ്രീജ എന്തായെന്ന് ചോദിക്കുക. അപ്പോൾ നമ്മുടെ ശ്രീജ പറയുകയെ, കഴിഞ്ഞ മുത്തശ്ശി എന്ന് പറയും കേട്ടോ. അപ്പോഴത്തേക്കിനും പോകാൻ നമുക്ക് എന്നൊക്കെ പറയുമ്പോഴത്തേക്കും നമ്മുടെ നന്ദിനി പറയുകയാണെ, നിനക്കൊന്നും ഒരു നാണവും ഇല്ലെന്ന് ഇങ്ങനെ ചോദിക്കും കേട്ടോ. അതിനെന്താ നന്ദിനിയേട്ടത്തി ഞാൻ നാണിക്കുന്നത് എന്നിങ്ങനെ ചോദിക്കുക. ആദ്യ രാത്രി മണിയറ എന്നൊക്കെ ഇങ്ങനെ വേദ പറയുവേ. കാത്തിരിക്കുന്ന നവവരൻ, കാലുകൊണ്ട് തറയിൽ ചിത്രം വരയ്ക്കുന്ന നവവധു, ആ ലൈനിൽ പറഞ്ഞതാ അല്ലേന്ന് ഇങ്ങനെ ചോദിക്കുവേ. അപ്പോഴത്തേക്കും നമ്മുടെ നന്ദിനി മുഖം കൊണ്ട് ഇങ്ങനെ അതും ഇതൊക്കെ കോഷ്ടിയൊക്കെ കാണിക്കുന്നുണ്ട് കേട്ടോ. ശരി, നന്ദിനി അടുത്തേക്ക് വേണ്ടിയിട്ട് അച്ഛമ്മയുടെ മുമ്പിൽ ഞാൻ കുറച്ച് നാണമൊക്കെ അഭിനയിക്കാം. അച്ഛമ്മയുടെ മുമ്പിൽ മാത്രം, വിക്രമിൻ്റെ മുമ്പിലല്ല. അപ്പോൾ പോകാം എന്ന് പറഞ്ഞിട്ട് നമ്മുടെ വേദ ഇങ്ങനെ എണീക്കുക, താലിയിലൊക്കെ പിടിച്ചിട്ട്.
പിന്നീട് നമ്മുടെ അച്ഛമ്മേനെയാണ് കാണിക്കുന്നത്. അച്ഛമ്മ ഇങ്ങനെ ആവേശത്തോടു കൂടി കാത്തിരിക്കുകയാണ്. വരുന്നില്ലല്ലോ വരുന്നില്ലല്ലോ എന്ന് പറഞ്ഞ് നോക്കിയിരിക്കുക കേട്ടോ. അപ്പോഴത്തേക്കിനാണ് നമ്മുടെ വേദ അങ്ങോട്ടേക്ക് വരുന്നത് കേട്ടോ. നന്ദിനി ശ്രീചേട്ടത്തിയും കൂടെ ഉണ്ട്. വന്നു കഴിഞ്ഞതും വാവു ചന്തമായിട്ടുണ്ടെന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ രണ്ട് കൈ കൊണ്ട് തലയ്ക്കൊക്കെ ഒഴിഞ്ഞൊക്കെ വെക്കുന്നുണ്ട് കേട്ടോ. സൂപ്പറായിട്ടുണ്ടെന്നൊക്കെ പറയുക അച്ഛമ്മ. അപ്പോഴത്തേക്കിനും നമ്മുടെ അച്ഛമ്മ പറയുക ഇത്ര നാണിക്കൊന്നും വേണ്ട മോളെ എന്നിങ്ങനെ പറയുക. അപ്പം നമ്മുടെ നന്ദിനി ഇങ്ങനെ പറയും അവൾ നാണിക്കുന്നൊന്നുമില്ല, അത് അച്ഛമ്മയുടെ മുന്നിൽ വെച്ചിട്ട് വെറുതെ അഭിനയിക്കുന്നതെന്ന് പറയുവേ. അതിന് അവളുടെ പേര് നന്ദിനി എന്നല്ലല്ലോ വേദയെന്നല്ലേ. ഇങ്ങനെയൊക്കെയുള്ള കളത്തരങ്ങൾ കാണിക്കാനായിട്ട് നിനക്ക് പറ്റുള്ളൂ എന്നിങ്ങനെ മുത്തശ്ശി പറയും കേട്ടോ. പിന്നീട് നമ്മുടെ നന്ദിനി ശ്രീചേട്ടത്തിനെ ഇങ്ങനെ വിളിക്കുവേ. എന്നിട്ട് പറയുവേ ശ്രീചേട്ടത്തി കേട്ടതല്ലേ വേദ ഇങ്ങനെ നാണല്ലെന്ന് പറയുന്നതെന്നൊക്കെ ചോദിക്കും കേട്ടോ. അപ്പോഴത്തേക്കും നമ്മുടെ ശ്രീചേട്ടത്തി നമ്മുടെ വേദയുടെ സൈഡ് ചേർന്നിട്ട് പറയുവേ ഞാനൊന്നും കേട്ടില്ല എന്ന് പറയുവേ. നീ ഇങ്ങനെ അടുത്ത് വാ മോളെ എന്നൊക്കെ പറഞ്ഞിട്ട് കന്മഷി എടുത്തിട്ട് നമ്മുടെ വേദയുടെ സൈഡിലൊക്കെ കുത്തി കൊടുക്കുവേ. നിന്നെ കണ്ടിട്ട് എനിക്ക് തന്നെ കണ്ണു വെക്കാൻ തോന്നുന്നു എന്നൊക്കെ പറയും കേട്ടോ. പിന്നെ വിക്രമിൻ്റെ കാര്യം പറയണമെന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോഴത്തേക്കും ചിരിക്കുന്നുണ്ട് കേട്ടോ. വേദയാണെങ്കിൽ നാളത്തോടൊക്കെ നിൽക്കുന്നുണ്ട്. അപ്പോഴത്തേക്കും നമ്മുടെ വിക്രത്തിനെ കൂട്ടിയിട്ട് വിഷു മേലോട്ട് കയറി വരുവേ. അപ്പോൾ വിനായകൻ അവിടെ ചെയറൊക്കെ എടുത്ത് വെക്കുവാണ് കേട്ടോ. ഒരുക്കങ്ങളെല്ലാം കഴിഞ്ഞു അല്ല ഇടാൻ ചോദിക്കുവേ. പിന്നെ എല്ലാം കഴിഞ്ഞു എന്നിങ്ങനെ പറയുവേ. എടാ വിക്രം, നിൻ്റെ ആദ്യ രാത്രി മനോഹരമാക്കുന്നതിന് വേണ്ടിയിട്ട് ഞങ്ങളെല്ലാം ചെയ്തു വെച്ചിട്ടുണ്ടെന്ന് പറയുവേ. എൻ്റെ രാത്രിയിൽ മനോഹരമാക്കാൻ നീ എന്താ ചെയ്തതെന്ന് അറിയാമല്ലോ എന്നൊക്കെ ചോദിക്കുവേ. ശ്രീകാരൻ ശ്രീനിവാസിന് വേണ്ടിയിട്ട് ഗുണ്ടാപ്പണി ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേനും പോലീസ് അന്വേഷിച്ച് വന്നത് വീട്ടിലാണ്. അമ്മ നെഞ്ചിത്തടി നിലവിളിയും. അച്ഛൻ്റെ കാര്യം പിന്നെ പറയണ്ടല്ലോ. അന്ന് കലങ്ങിപ്പോയത് എൻ്റെ ആദ്യ രാത്രി എന്നിങ്ങനെ പറയുക. അപ്പോൾ നമ്മുടെ വിശ്വം പറയും ഇനി അതിനെ പറ്റിയിട്ടൊന്നും നീ ആലോചിക്കണ്ട, പറയണ്ടെന്ന് പറയേ. ഇനി ഞാനൊന്നും പറയുന്നില്ലേ എന്ന് പറഞ്ഞിട്ട് ബെസ്റ്റ് വിഷസ് ഫോർ ദ ഫസ്റ്റ് നൈറ്റ് എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ വിക്രത്തിന് കൈയൊക്കെ കൊടുക്കുന്നുണ്ട് വിനായകൻ. എടാ നിങ്ങത് കാര്യമൊന്നും ആക്കണ്ട, അവൻ കൊള്ളിയതും വെച്ച് പറഞ്ഞതായിരിക്കത്തില്ല എന്നിങ്ങനെ വിശ്വം പറഞ്ഞ് സമാധാനിപ്പിച്ചിട്ട് ശരി എന്ന് പറഞ്ഞുകൊണ്ട് വിശ്വം അവിടെ നിന്ന് പോവുകയാണേ. എന്നിട്ട് പിന്നെ നമ്മുടെ വിക്രം അങ്ങോട്ടേക്ക് ഇങ്ങനെ നടന്നിട്ട് പിന്നെ പതിയെ ചെന്നിട്ട് ബെഡിലിരിക്കുകയെ. എന്നിട്ട് ചുറ്റും ഒന്ന് നോക്കുമ്പോട്ടോ ഇത് നാടകത്തിന് സെറ്റിട്ട പോലെ ഉണ്ടെന്നൊക്കെ പറയുവേ. എന്നിട്ട് പിന്നെ നമ്മുടെ വിക്രം എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. പിന്നീട് കാണിക്കുന്നത് നമ്മുടെ വേദയാണ്. വേദ ഇങ്ങനെ വന്ന് നിൽക്കുമ്പോഴത്തേക്കും നമ്മുടെ കമലമ്മ പാലും ഒക്കെ ആയിട്ട് വരുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്കും നമ്മുടെ മുത്തശ്ശി പറയുവേ വിക്രത്തിൻ്റെ ജീവിതത്തിലേക്ക് ഏത് പെണ്ണ് വരും എന്നല്ലേ നിനക്ക് സംശയം ഉണ്ടായിരുന്നത്, ഇപ്പം ക്ലിയർ ആയില്ലേ എന്ന് ചോദിക്കുവേ. നീ എൻ്റെ കുടുംബത്തിലേക്ക് വന്നതുപോലെ മിടുക്കിയും സുന്ദരിയുമായ ഒരു മരുമകൾ നിൻ്റെ കുടുംബത്തിലേക്കും വന്ന് കയറിയില്ലേ. ഇതേ നോക്ക് മഹാലക്ഷ്മിയെ പോലെ ഇല്ലേ ഇവൾ നിങ്ങനെ മുത്തശ്ശി പറയുവേ. അപ്പം നമ്മുടെ നന്ദിനി പറയാണ് മഹാലക്ഷ്മി പാലും ഗ്ലാസും പിടിച്ചോണ്ടല്ലേ നിൽക്കുന്നതെന്ന്. എന്താ നന്ദിനി പറഞ്ഞത് എന്നിങ്ങനെ മുത്തശ്ശി ചോദിക്കേ. അന്നേരത്തേക്ക് നമ്മുടെ നന്ദിനി പറയുകയെ ഞങ്ങളൊക്കെയും ഈ വീട്ടിലേക്ക് മഹാലക്ഷ്മിയെ പോലെ കയറി വന്നവരാണെന്ന് പറയും കേട്ടോ. ആയിക്കോട്ടെ. ഒരാൾ സ്വയം മഹാലക്ഷ്മിയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അത് തിരുത്താൻ വേറെ ആരെക്കൊണ്ടും പറ്റത്തില്ലല്ലോ. ശ്രീജെ മോള് കൊണ്ടുപോയി ഇവിടെ അങ്ങോട്ടേക്ക് ആക്കി വിട എന്ന് പറയും കേട്ടോ. ശരി അച്ഛമ്മയെന്ന് പറയേ. മോളെ നമ്മൾ പെണ്ണുങ്ങളെ കല്യാണം കഴിച്ച് ആ വീട്ടിലേക്ക് കൊണ്ടുവരുമ്പോഴത്തേക്കിനും അവിടെ ജോലി ചെയ്തും അടുക്കള പണി ചെയ്തുമൊക്കെ കാലം കഴിക്കണമെന്നല്ല, ആ വീട് ഭരിക്കണം എന്ന് തന്നെയാണ് എന്നിങ്ങനെ മുത്തശ്ശി പറയുവേ. ദീർഘദൂരം ഓടുന്ന ബസ്സിലും ട്രെയിനിലും ഒക്കെ ഡ്രൈവർമാരെ ഇടയ്ക്കിടയ്ക്ക് മാറില്ലേ, അതുപോലെ തന്നെയാണ് വീട്ടിൽ കയറി വരുന്ന പെണ്ണുങ്ങൾ. ആണുങ്ങൾ വീടിൻ്റെ എൻജിനായിരിക്കും, പക്ഷേ പെണ്ണുങ്ങൾ വീടിൻ്റെ ഡ്രൈവർമാരായിരിക്കണം. എവിടേക്ക് എത്ര സ്പീഡിൽ പോകണം, എങ്ങോട്ട് തിരിയണം എന്നൊക്കെ തീരുമാനിക്കുന്നത് പെണ്ണുങ്ങളായിരിക്കണം. ആ ഉത്തരവാദിത്തം നന്നായിട്ട് ചെയ്യുന്ന വീട്ടിൽ സന്തോഷവും സമാധാനവും ഒക്കെ ഉണ്ടാവും എന്നിങ്ങനെ മുത്തശ്ശി പറയുകയാണ്. കുറേ കാലം കമല ഭരിച്ചു, അത് കഴിഞ്ഞ് ഇവർ രണ്ടാളും വന്നു, അത് കഴിഞ്ഞ് നീയും വന്നു, ഇനി നീ ആയിരിക്കണം ആ വീടിനെ മുന്നിലോട്ട് നയിക്കേണ്ടത് എന്നിങ്ങനെ പറയുമ്പോഴത്തേക്കും നന്ദിനി ഇങ്ങനെ ഞെട്ടും കൂട്ടോ. അപ്പോൾ ഇങ്ങനെയൊക്കെ മുത്തശ്ശി പറയുമ്പോഴത്തേക്കിനും വേദയ്ക്ക് ഭയങ്കര സന്തോഷമാവുകയാണ്. ഒരു തീരുമാനം എടുത്ത പോലെ വേദ ഇങ്ങനെ നിൽക്കുന്നിടത്താണ് ഇന്നത്തെ എപ്പിസോഡ് പൂർണ്ണമാകുന്നത്. അപ്പോൾ ചാനൽ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. ഓക്കെ, താങ്ക് യു.